ഇതുപോലെയുള്ള 2-3 ചേരുവകൾ വെച്ച് വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 1/2 കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി കൊണ്ടുവരാം. കഴുകി എടുത്ത സൂചി ഗോതമ്പ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ സാധാരണ റവ, 1/2 കപ്പ് പാല് ചേർത്ത് ഒന്ന് കുതിർത്തി വെക്കാം. 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. സൂചി ഗോതമ്പ് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് നാളികേരക്കൊത്തൊക്കെ വറുത്തെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് ഇത് നല്ലോണം മുരിപ്പിച്ചെടുക്കാം. നാളികേരക്കൊത്ത് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് രണ്ടും പാനിൽ നിന്ന് മാറ്റാം. നാളികേരം വറുത്തെടുത്ത നെയ്യ് കുറച്ച് ബാക്കിയുണ്ട്. അതിലേക്ക് തന്നെ 1/2 കപ്പ് ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉരുക്കിയെടുക്കാം. ശർക്കരയിൽ വല്ല പൊടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മതി. ശർക്കര നല്ലോണം ഉരുക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കണം സൂചി ഗോതമ്പ് റവയും ചേർത്ത് കൊടുക്കാം. സിമ്മിൽ വെച്ച് ചേർത്തോളൂ. ഇനി പാലോ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. തിക്കാവുമ്പോഴേക്കും തന്നെ സൂചി ഗോതമ്പ് വെന്ത് കിട്ടിക്കോളും. മിക്സ് നല്ലോണം തിക്കായിട്ട് ഇത്രയ്ക്ക് തിക്കായതിൻ്റെ ശേഷം വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാൻ. 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവൂട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഇടല്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്, നമ്മൾ വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പിൻ്റെയും നാളികേരക്കൊത്തും ചേർക്കാം. 2 ടീസ്പൂൺ നെയ്യ്. എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് നല്ലോണം പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ട് ഈ സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മിക്സ് നല്ലോണം തണുത്തുണ്ട് കേട്ടോ. കുറച്ച് ഇല എടുത്ത് നെയ്യ് പരത്തി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചേക്കണം. മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം. അടക്കി പരത്തണ പോലെ പരത്തിയെടുക്കാം. അത് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നിങ്ങൾ ചെയ്തോളൂ. അടക്കി മടക്കണ പോലെ അങ്ങോട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഇത് കണ്ടില്ലേ ഇങ്ങനെ വരും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കും. 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം വേവാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇലയിന്ന് വിടിയിക്കാം. അട തണുത്തുണ്ട്. നമുക്ക് ഇലയിന്ന് വിടിയിക്കാം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് അങ്ങനെ കഴിച്ചാൽ പോരെ, എന്തിനാ ആവിയിൽ വേവിക്കണമെന്ന്. സൂചി ഗോതമ്പായ തന്നെ ആവിയിൽ വേവിച്ച് കഴിക്കുമ്പോഴാണ് സ്വാദ് ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു. ബൈ.